റോഡ് തടസ്സപ്പെടുത്തി പാർട്ടി പരിപാടി നടന്നപ്പോൾ അവിടെ ഓച്ചാനിച്ച് നിന്ന പോലീസ് നായ്ക്കൾ. കള്ളും കഞ്ചാവും അടിച്ച് ഒരുത്തനെ കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കാവൽ നിന്ന പോലീസ് നായ്ക്കൾ. 10 മണിയായെന്ന കാരണത്താൽ പരിപാടി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ സ്ഥലത്തെ മുഴുവൻ ലൈറ്റും ഓഫ് ചെയ്ത് ഈ കുഞ്ഞിനോട് ക്രൂരത കാണിക്കണമെങ്കിൽ പോലീസ് സേനയിലുള്ളത് മുഴുവൻ തന്തയില്ലാത്തവന്മാരായിരിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് തന്നെ ഒരു തന്തയില്ലാത്ത പരമനാറിയാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നിത്യസംഭവമായിരിക്കുന്നു. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ഉയർന്ന നിലയിലാണ്. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും സംസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കാണാൻ ഈ ശ്വാനസന്തതികൾക്ക് കണ്ണില്ല. ക്ഷേത്രത്തിൽ ഒരു കൊച്ചുകുട്ടി വയലിൻ വായനയുടെ സമയം കഴിഞ്ഞതാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപരാധം. തോട്ടിപ്പണിക്ക് പോകേണ്ടവന്മാരെയൊക്കെ ആ പണിക്ക് തന്നെ വിടണം. അവരെയൊക്കെ വലിയ വലിയ കസേരകളിൽ ഇരുത്തിയാൽ ദേ ഇതുപോലെ ഇരിക്കും.